അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് മോളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ടൗണിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നും താത്താൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. മോനെ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ താത്താനെയും കൂടെ കൂട്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ റെഡിയായൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഗേറ്റൊക്കെ അടച്ച് ഞങ്ങൾ ഇന്നും ബസ്സിൽ തന്നെയാണ് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഇവിടുന്ന് ബസ്സുണ്ട്. അപ്പോൾ ബസ്സിൽ പോകുന്നതല്ലേ കുറച്ചുകൂടി നല്ലതെന്ന് വിചാരിച്ചു. മോനെ എടുത്തത് കൊണ്ട് തന്നെ ഇരിക്കാനുള്ള സീറ്റ് അതെന്തായാലും ഉറപ്പായ കാര്യമാണല്ലോ അല്ലേ. അങ്ങനെ ഇരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടി. പിന്നെ സ്റ്റാൻഡിൽ വന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ താത്താൻ്റെ മോനെ വിളിക്കാനായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അവൻ ഉച്ചവരെയാണ് എക്സാം ഉള്ളത്. അപ്പോൾ അവനെയും വിളിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് നിന്നപ്പോഴാണ് മോൾക്ക് പട്ടുപാവാട വാങ്ങിക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. പിന്നെ അങ്ങനെ നേരെ കടയിൽ പോയി പട്ടുപാവാടകളൊക്കെ നോക്കി. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം എടുക്കാനായിട്ട് തോന്നും. പക്ഷെ നമ്മളെല്ലാം എടുക്കില്ലല്ലോ, ഒന്നല്ലേ എടുക്കുള്ളൂ. ഈ ഒരു പട്ടുപാവാട എടുത്താലും അവൾ മിക്കവാറും ഈ ഒരു ഓണം സെലിബ്രേഷന് മാത്രമേ ഇടാനായിട്ട് ചാൻസ് ഉള്ളൂ. അപ്പോൾ നോക്കി ഒരെണ്ണം ഫിക്സ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇറങ്ങാൻ നേരം മോന് ധൃതിയായി. പോവാന്ന് പറഞ്ഞിട്ട് ധൃതി കൂട്ടുന്നുണ്ട് ആൾ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസൊക്കെ ഞങ്ങൾ അവിടെ ആയിട്ട് ഓരോ കടകളിലും കയറി മേടിക്കാനായിട്ട് നിന്നു. ബേക്കറി ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതും മേടിച്ച് പിന്നെയും ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ കുറച്ച് തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഒരു ബേക്കറിയിൽ കയറാനായിട്ട് നിന്നു. പക്ഷെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്ക് കുറയുന്നുണ്ടോ നോക്കി കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിരക്ക് മാറാതായപ്പോൾ പിന്നെ തൊട്ടടുത്തുള്ള ചായക്കടയിൽ കയറി ചായയും കടികളൊക്കെ കഴിച്ച് വീണ്ടും ബാങ്കിലേക്ക് പോയി കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് ഇന്നിപ്പോൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഏകദേശം സംഭവങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് ഇന്നിപ്പോൾ വീട്ടിലേക്ക് വരുന്നത്. ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ടൗണിലേക്ക് എത്തിയതും ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ബസ്സിൽ കയറി അങ്ങനെ ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. താത്താൻ്റെ സ്റ്റോപ്പിൽ താത്ത ഇറങ്ങിക്കോളും. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നടന്ന് ഞങ്ങൾ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.